ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പോർച്ചുഗൽ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പോർച്ചുഗൽ അസംബ്ലി നൽകിയ ഗാർഡ് ഓഫ് ഓണറും രാഷ്ട്രപതി സ്വീകരിച്ചു. ഇന്ത്യയും പോർച്ചുഗലും തമ്മിലുള്ള പ്രതിനിധിതല ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ദൃഢമാക്കാനും സമഗ്ര തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം 2025 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഴിഞ്ഞയാഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ നിയമനിർമ്മാണം രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചിരുന്നു. വഖഫ് സ്വത്തുക്കൾ സുതാര്യവും കാര്യക്ഷമവുമായി കൈകാര്യം ചെയ്യുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത്. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘനാൾ പിടിച്ചുവയ്ക്കുന്ന ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. ഇത്തരത്തിൽ 10 ബില്ലുകളിന്മേൽ ഗവർണർ അനുമതി വൈകിക്കുന്നത് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. വിധിയിൽ സന്തോഷമുണ്ടെന്നും എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ചരിത്രപരമായ വിജയമാണിതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചു. രാജ്യത്ത് തടവുകാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. തടവുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിർമ്മാണം പൂർത്തിയായ മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകൾ വഴി വാട്ടർ മെട്രോ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ. നിലവിൽ 19 ബോട്ടുകളിൽ 5 റൂട്ടുകളിലാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. വയനാട് ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെ വരവേൽക്കാനൊരുങ്ങി കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസ്. ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നാളെ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി OR കേളു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വീട്ടിലെ പ്രസവത്തെപ്പറ്റി സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത് കുറ്റകരമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ്. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാണെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവിന് നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. ഈ മാസം 13 വരെ നടക്കുന്ന കോൺക്ലേവിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. ലോകത്തെ സുപ്രധാന സമുദ്ര ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. കൊച്ചി ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, ലൈബ്രറി എന്നിവയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ 817.8 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറിൽ നാളെ ഒപ്പിടുമെന്ന് മന്ത്രി VN വാസവൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം സന്ദർശിച്ച് എല്ലാ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ട് പോകുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മുൻ വർഷങ്ങളിലെ പകർച്ചവ്യാധികളുടെ കണക്കുകൾ പരിശോധിച്ച് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി കർമ്മ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുദ്ര യോജന 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംവദിച്ച് കേരളത്തിൽ നിന്നുള്ള സംരംഭകൻ ഗോപി കൃഷ്ണ. ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ് പ്രധാനമന്ത്രി മുദ്ര ഗുണഭോക്താക്കളുമായി സംവദിച്ചത്. പോലീസിന്റെ ലഹരി വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 130 പേർ കൂടി അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 120 കേസുകളും രജിസ്റ്റർ ചെയ്തു. നാട്ടികയിലെ ജനതാദൾ യു നേതാവ് PG ദീപക് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു. മദ്രസ വിദ്യാർത്ഥിയായിരുന്ന 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസാധ്യാപകന് 187 വർഷം തടവും 9 ലക്ഷം രൂപ പിഴയും വിധിച്ച് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി. കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കോടതി ശിക്ഷിച്ചത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, വയനാട് ഒഴികെ 12 ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.